സോമനും ഇപ്പോൾ കിമ്മിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. സോമിന്റെ കല്യാണത്തിന്റെ അന്നാകട്ടെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാനും ഇന്നത്തോടെ മരിക്കുവാനായിട്ട് പോകുകയാണെന്നൊക്കെ ആയിരുന്നു അയാളും അകലെ നിന്നുകൊണ്ടൊക്കെ സോമിനെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ നിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ജീവന്റെ വിവാഹമാണെങ്കിൽ കഴിഞ്ഞിട്ടുമില്ല. ജീവനാകട്ടെ നിന്നെക്കാളും സുന്ദരിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നീയും മിൻഹ്വാനെ ഒന്ന് സൂക്ഷിക്കുന്നതൊക്കെ നല്ലതാണ്. 7 വർഷമൊക്കെ അവർക്കൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം അവർ അത്രത്തോളം മാച്ചാണെന്നാണ്. മാത്രമല്ല അവർ ഓഫീസിലും ഒന്നിച്ചല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും സ്നേഹമൊക്കെ ഉണ്ടാക്കുവാൻ ഒരു നിമിഷം മാത്രം മതിയെന്നൊക്കെ സോമിന്റെ അടുത്തും കിം പറഞ്ഞും കൊടുക്കുന്നു. ജീവനും ഇപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അന്ന് നീ വളരെയധികം ക്യൂട്ടായിരുന്നു എന്നൊക്കെയാണ് മിൻഹ്വാനോട് പറയുന്നത്. മാത്രമല്ല മിൻഹ്വാന്റെ കൂടെ താൻ ഉണ്ടായിരുന്ന സമയത്താകട്ടെ പണം ഒന്നും തന്നെ ഒരു പ്രധാന ഘടകമായിട്ട് തനിക്ക് തോന്നിയിട്ടേ ഇല്ല. അവനെ ആയിരുന്നു തനിക്ക് പണത്തെക്കാളും കൂടുതൽ ഇഷ്ടമെന്നും കൂടി ജൂൺ പറയുന്നു. ഞാനും ജിഹുക്കും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചതായിരുന്നു. അങ്ങനെ ഇരിക്കാണ് എന്നെ ഒരു വണ്ടിയൊക്കെ ഇടിക്കുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നെങ്കിൽ പോലും അതിനിടയിലേക്ക് വണ്ടിയൊക്കെ ഓടിച്ചു കയറ്റിയിട്ടുണ്ടായിരുന്നത് ജിഹുക്കായിരുന്നു. അങ്ങനെ എന്റെ ജീവനും രക്ഷിച്ചു. പക്ഷെ അന്ന് ആ ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് എന്നെ കൊല്ലുവാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ആള് സുമിന്റെ അച്ഛനായിരുന്നു എന്നൊക്കെ ജീവനും അവനോട് പറയുകയാണ്. ഞങ്ങൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഒരിക്കൽ പോലും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞ ആ ഒരു നിമിഷം അവിടെ ജിഹുക്ക് ഉണ്ടായിരുന്നു. അതിനർത്ഥം ആരോ ഒരാൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ്. ഞാനും ഇതൊക്കെ ഓർത്തിട്ട് ഓരോ നിമിഷവും പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. സൂമിൻ എന്നെ കൊല്ലുവാനായിട്ടുള്ള പകയുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അവളുടെ ശരിക്കുമുള്ള സ്വഭാവമൊക്കെ നിന്നെയും കൂടി മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെയാണ് മിൻഹ്വാന്റെ അടുത്ത് ജിയൂണും പറയുന്നത്. മിൻഹ്വാനും ആ ഒരു ആക്സിഡന്റിലൊക്കെ പങ്കുണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ അറിഞ്ഞിട്ടും മിൻഹ്വാൻ ഒരു പങ്കും ഇല്ല എന്ന രീതിയിലൊക്കെ ജിയോൺ സംസാരിക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ മിൻഹ്വാൻ പാവമാണെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ അവനും വിചാരിക്കുന്നു. അങ്ങനെ അവർ ഒന്നിച്ച് അവിടെ നിന്നും ഇറങ്ങി വരുന്ന സമയത്താകട്ടെ യഥാർത്ഥത്തിൽ ജീവൻ മരിക്കുകയാണെങ്കിൽ 80 ബില്യൺ സ്വത്തേക്ക് അവളുടെ അമ്മയ്ക്ക് പോകുകയും പിന്നീട് അതൊക്കെ വീതിച്ചു വരികയും ചെയ്യുന്നതായിരിക്കും. അതേസമയം ഇവളെ കൊല്ലാതെ വെക്കുകയാണെങ്കിൽ അവളെ വീണ്ടും പ്രണയത്തിലേക്ക് ആക്കുകയാണെങ്കിൽ ആ 80 ബില്യണും തനിക്ക് കിട്ടുമല്ലോ എന്നൊക്കെയാണ് മിൻഹ്വാനും ഓർക്കുന്നത്. സൂമിൻ എന്നെ കൊല്ലുവാനായിട്ട് നോക്കിയതൊക്കെ നീയും അറിഞ്ഞതല്ലേ. അതുകൊണ്ട് തന്നെ നീയും അവളുടെ കൂടെ നിൽക്കുന്നത് ഒട്ടും തന്നെ സേഫ് അല്ല. അവളെ ഡിവോഴ്സ് ചെയ്ത് എന്റെ ഒപ്പം വരാമോ എന്നൊക്കെ ജീവൻ ചോദിക്കുമ്പോഴത്തേക്കും ജീവനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന മിൻഹ്വാനും അവളെ ഹഗ് ചെയ്തിട്ടൊക്കെ പോകുന്നു. അവിടെ ആകട്ടെ ചീഹുക്കും അവൾക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവളും ചീഹുക്കിന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുമ്പോഴാകട്ടെ ചീഹുക്കും അവളെ ഹഗ് ചെയ്യുകയാണ്. യൂറയും ഇപ്പോൾ മിൻഹ്വാനെ കോൾ ചെയ്തിരിക്കുകയാണ്. മിൻഹ്വാനാകട്ടെ ആ ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചതിൽ എനിക്ക് ഒരു പങ്കുമില്ല എന്നാണ് ജീവൻ വിചാരിച്ചിരിക്കുന്നത്. മാത്രമല്ല അവളും ഇപ്പോൾ ചീഹുക്കുമായിട്ട് ബ്രേക്കപ്പ് ഒക്കെ ആയിരിക്കുന്നു. അവൾ ഉറപ്പായിട്ടും എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെ ആക്കുമ്പോഴത്തേക്കും എനിക്ക് ജീവനും 80 ബില്യണും കിട്ടുന്നതായിരിക്കും. നിനക്കും നീ ആഗ്രഹിച്ചതുപോലെ തന്നെ യുവാൻ കെ കമ്പനിയോ അല്ലെങ്കിൽ ചീഹുക്കിനെയോ നേടിയെടുക്കുവാനായിട്ടും കഴിയുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മിൻഹ്വാനും കോളൊക്കെ കട്ട് ചെയ്യുന്നു. അച്ഛനെയും അമ്മേനെയും കൊന്നു കളഞ്ഞേക്കുവാനായിട്ടാണ് യൂറ ആവശ്യപ്പെടുന്നത്. അതായത് ജീവൻ തിരികെ മിൻഹ്വാന്റെ അടുത്തേക്കൊക്കെ വരികയാണ് എങ്കിൽ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ മിൻഹ്വാനും ഇതിന് പിന്നിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന സത്യമൊക്കെ അവൾ മനസ്സിലാക്കുന്നതായിരിക്കും. അതേസമയം അതല്ല അവളുടെ ലക്ഷ്യം. മിൻഹ്വാനെതിരായിട്ട് നിൽക്കുവാനായിട്ടാണെങ്കിൽ പോലും ആ രണ്ടുപേരും ഇല്ലാതാക്കുകയാണെങ്കിൽ അവൾക്കും അതൊരിക്കലും തെളിയിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് യൂറ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ലക്ഷ്യം എന്ത് തന്നെ ആയാലും അവർ കൊല്ലപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നും യൂറ അറിയിക്കുന്നു. നിനക്ക് കുട്ടിയുണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനും കല്യാണത്തിനൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കിടയിൽ കുട്ടികൾ ഒന്നും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കങ്ങ് ഡിവോഴ്സ് ഒക്കെ ചെയ്തേക്കാം എന്നൊക്കെ മിൻഹ്വാനും സൂമിനോട് പറയുന്നു. നീയും ജീവനും കൂടി ഒന്നിക്കുവാനായിട്ടാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എല്ലാ പദ്ധതികളും ഞാൻ ഇല്ലാതാക്കുന്നതായിരിക്കുമെന്നാണ് സോമിനും അതിന് മറുപടിയായിട്ട് അവന്റെ അടുത്ത് പറയുന്നത്. രാവിലെ റെസ്റ്റോറന്റിൽ ജോലിക്കെത്തുന്ന ആൾക്കാരെല്ലാവരും തന്നെ റെസ്റ്റോറന്റ് അടച്ചിട്ടതൊക്കെ കാണുമ്പോഴത്തേക്കും ആൾക്ക് സംശയിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഓൺഹോയ്ക്കൊക്കെ ഒരു മെസ്സേജും വരുന്നത്. ഓണറും ആ ഒരു റെസ്റ്റോറന്റ് ഒക്കെ വിറ്റു എന്നതായിരുന്നു ആ ഒരു മെസ്സേജ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവർക്കും തന്നെ അവരുടെ ജോലിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് ആ ഒരു റെസ്റ്റോറന്റിന്റെ അകത്ത് നിന്നും യൂറ ഇറങ്ങി വരുന്നതൊക്കെ ഓൺഹോയും ശ്രദ്ധിക്കുന്നത്. നിലവിലെ മാർക്കറ്റ് വിലയേക്കാളും രണ്ടിരട്ടിയൊക്കെ കൊടുത്തതിന് ശേഷം ഈ ഒരു റെസ്റ്റോറന്റ് ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. നിനക്ക് ഏത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. എന്നെ സഹായിക്കുകയാണെങ്കിൽ ഈ ഒരു റെസ്റ്റോറന്റ് ഒക്കെ നിന്റെ സ്വന്തമാക്കുന്നതായിരിക്കും. അഥവാ എന്നെ സഹായിക്കുവാനായിട്ട് നീ തയ്യാറല്ലെങ്കിൽ നിനക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഇവിടെ നിന്നും മടങ്ങി പോകാമെന്ന് കൂടി യൂറയും അവനോട് പറയുന്നു. ബാറിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന അവനാകട്ടെ ഹയൂണിനെ കോളൊക്കെ ചെയ്യുകയാണ്. ഹയൂൺ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ജോലിയൊക്കെ നഷ്ടമായെന്ന് അവനും പറയുന്നു. അതിനുള്ള കാരണമൊന്നും അവൻ പറയുന്നില്ലെങ്കിൽ കൂടി അവൻ ആകെ ഹാൻസം ആണ്. നല്ല രീതിയിൽ അവന് കുക്ക് ചെയ്യുവാനായിട്ടും സാധിക്കും. അങ്ങനെ ഇരിക്കെ അവൻ എവിടെ പോയാലും ജോലിയൊക്കെ കിട്ടുകയില്ല എന്നൊക്കെയാണ് ഹയൂൺ ചോദിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വളരെ ചെറിയൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ
ഇപ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ മറ്റൊരു ജോലിയൊക്കെ കണ്ടെത്തുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കുമെന്നൊക്കെ ഉൺഹോയും ഓർക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹയൂണും അവളുടെ വിഷമത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. മീൽ കിറ്റ് പ്രൊജക്ട് ആകട്ടെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഷെഫ് അവരുടെ പ്രൊഡക്റ്റ് ഒന്നും അത്രയ്ക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നല്ലൊരു ഷെഫൊക്കെ വരികയാണെങ്കിൽ മാത്രമേ എന്റെയും ലൈഫൊക്കെ മാറുകയുള്ളൂ എന്നൊക്കെ ഹയൂൺ പറഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്കുമാണ് മുമ്പിലിരിക്കുന്ന ഉൺഹോനെ കുറിച്ചൊക്കെ അവളും ചിന്തിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഹയൂണും ഉൺഹോനെ കൂട്ടിക്കൊണ്ട് ജീവനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. മീൽ കിറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഷെഫായിട്ട് താൻ ഉണ്ടാകുന്നതായിരിക്കുമെന്നൊക്കെ ഓൺഹോയും ജിയോന്റെ അടുത്ത് പറയുകയാണ്. മാത്രമല്ല ജിയോനെ മാത്രമായിട്ട് കുറച്ചുനേരം മാറ്റി നിർത്തി സംസാരിക്കുകയും ചെയ്യുന്നു. യൂറെ ആയിരുന്നു അവന്റെ ആ ഒരു റെസ്റ്റോറന്റ് ഒക്കെ മേടിച്ചെന്ന കാര്യം പറയുവാനായിട്ടാണ് അവനും മാറ്റിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഹയ്യൂണും അവർ എന്തായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക എന്നൊക്കെ ഓർക്കുന്നു. ജീവണും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ജീഹുക്കിനെ അറിയിക്കുമ്പോഴത്തേക്കും ജീഹുക്കും യൂറയുടെ സെക്രട്ടറിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഒന്നെങ്കിൽ നിനക്കെന്നെ സഹായിക്കാം, അല്ല എങ്കിൽ യൂറയുടെ ഒപ്പം നിനക്കും എല്ലാം തന്നെ നഷ്ടപ്പെടുന്നതായിരിക്കുമെന്നൊക്കെ ചീഹുക്കും സെക്രട്ടറിയോട് പറയുന്നു. മിൻഹ്വാനും ഇപ്പോൾ ജീവനെ കോൾ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇന്ന് രാത്രി കണ്ടുമുട്ടാമെന്നൊക്കെ ആയിരുന്നു മിൻഹ്വാനും പറയുന്നത്. ജീവണും ഇതാണ് പറ്റിയ അവസരമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതിനെ സമ്മതിക്കുന്നു. അതായത് ജീവന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ആ ഒരു ദിവസം സുമിന്റെ ലൈഫിൽ നടക്കട്ടെ എന്നായിരുന്നു അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ചീഹുക്കിന്റെ അടുത്തു നിന്നും അവൾക്കും ഒരു കോൾ വരുന്നത്. മിൻഹ്വാന്റെ ലൈഫിൽ സൂമിനല്ലാതെ മറ്റൊരു സ്ത്രീയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നീ ആയിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്നൊക്കെയാണ് ചീഹുക്കും അറിയിക്കുന്നത്. ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ സെക്രട്ടറിയുടെ അടുത്തു നിന്നും ആയിരുന്നു അവനും അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ സെക്രട്ടറിയും ഒരു ഗിഫ്റ്റ് ഒക്കെ അവൾക്ക് മേടിച്ചു കൊടുക്കുകയാണ്. അത് മറ്റൊന്നും തന്നെ ആയിരുന്നില്ല, ആ ഒരു റെഡ് ഹിൽസ് തന്നെ ആയിരുന്നു. അതിന്റെ കൂടുതൽ അവനും മിഠായി അടങ്ങുന്ന ഒരു ജാറൊക്കെ കൊടുക്കുന്നുമുണ്ട്. ജീവന്റെ ലൈഫിൽ നടന്നതും അതുപോലെ തന്നെ ചൂറാന്റെ ലൈഫിൽ നടക്കുവാനായിട്ട് പോയതുമായിട്ടുള്ള കാര്യങ്ങളിൽ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ യൂറയുടെ ലൈഫിൽ ആഡ് ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കോളേജിൽ ഉണ്ടായിരുന്ന മിൻഹ്വാന്റെ അടുത്ത് ജൂൺ വളരെ മോശമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതായത് അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ തന്നെ ചതിച്ചതുപോലെ സുമിനെയും അവൻ ചതിക്കുമോ എന്നൊക്കെ അറിയുവാനായിട്ട് അവൾ ഒരു ടെസ്റ്റ് നടത്തിയതാണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അതൊക്കെ കേൾക്കുന്ന മിൻഹ്വാന് കൂടുതൽ ദേഷ്യമൊക്കെ തോന്നുന്നു. അച്ഛനെയും അമ്മേനെയും വണ്ടിയിൽ ബോധം കെടുത്തി ഇട്ടതിനു ശേഷം അവർ സൂയിസൈഡ് ചെയ്തു എന്ന് തെളിയിക്കുന്ന രീതിയിൽ അവരുടെ കൈയക്ഷരത്തില് രണ്ട് കത്തൊക്കെ എഴുതി വെച്ചതിന് ശേഷം അവരെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണ് യൂറയും സെക്രട്ടറിയും. ഞാൻ കൊറിയയിലേക്കൊക്കെ എത്തിയതിനു ശേഷം ഇവിടെ ആകട്ടെ ഒന്നും തന്നെ വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ല. റെസ്റ്റോറന്റ് ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ലല്ലോ എന്നൊക്കെയാണ് യൂറയും പറയുന്നത്. സോമനും ഇപ്പോൾ ഡിവോഴ്സിനൊക്കെ തയ്യാറാണെന്ന് പറഞ്ഞ് മിൻഹോനും മെസ്സേജ് അയച്ചതിനു ശേഷം യൂറേനെയും കോൺടാക്ട് ചെയ്യുന്നു. ജീവണും വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഓഫീസിലേക്ക് എത്തുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജീഹുക്കിന്റെ ഒരു മെസ്സേജ് ഒക്കെ ജീവണും കാണുകയാണ്. അങ്ങനെ ഇരിക്കെ അവൾക്കും ഒരു കോളൊക്കെ വരുന്നു. ആ ഒരു കോളിലാകട്ടെ ആരും തന്നെ സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്കും എന്തോ ഒരു വശപ്പശക്കൊക്കെ അപ്പോൾ തോന്നുകയാണ്. ഓഫീസിനുള്ളിലൂടെ ആരോ ഒരാൾ നടക്കുന്നതായിട്ടൊക്കെ അവൾക്ക് തോന്നുമ്പോഴത്തേക്കും അവളും അകത്തേക്കൊക്കെ കയറി നോക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എല്ലായിടത്തുമുള്ള ലൈറ്റൊക്കെ ഓഫ് ആകുന്നത്. അത് കാണുമ്പോഴത്തേക്കും മൊത്തത്തിൽ പേടിച്ചിട്ടുണ്ടായിരുന്ന അവളും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത് മിൻഹ്വാൻ തന്നെ ആയിരുന്നു. എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനായിട്ടുണ്ട്. നീയും പെട്ടെന്ന് തന്നെ ഒളിച്ചിരിക്കുന്നിടത്തു നിന്നും എണീറ്റ് വായെന്നൊക്കെ മിൻഹ്വാനും പറയുന്നു. മാത്രമല്ല ഫോണൊക്കെ ബെല്ലടിക്കുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് അവനും അപ്പോൾ തന്നെ ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നു. മിൻഹ്വാനും ച്യൂൺ ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്ന സ്ഥലമൊക്കെ കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കും അവളും പേടിച്ച് ഓടുവാനായിട്ടൊക്കെ നോക്കുകയാണ്. പക്ഷെ അവനും അവളെ പിടിച്ചു നിർത്തുന്നു. ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നിന്റെ അടുത്തേക്കൊക്കെ മടങ്ങി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ എന്തിനാണ് എന്നെ കണ്ട് പേടിക്കുന്നതെന്നൊക്കെ മിൻഹോൻ ചോദിക്കുമ്പോഴാകട്ടെ നീയല്ലായിരുന്നോ എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജീവനും ചോദിക്കുന്നു. നിനക്ക് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കൊല്ലാം, പക്ഷെ നിന്റെ ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയിരിക്കെ സോമനെയൊക്കെ നിനക്ക് നൽകുകയാണെങ്കിൽ എല്ലാ പ്രശ്നവും തീരുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയും എന്തിനാണ് എനിക്ക് സമാധാനമൊക്കെ തരാതെ എന്നെ തന്നെ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ ജീവനും അവനോട് ചോദിക്കുന്നു. ജീവൻ സംസാരിക്കുന്ന രീതിയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മിൻഹ്വാനും ദേഷ്യം വന്ന് അവളെ തല്ലുവാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. അത് കാണുന്ന ജീവനാകട്ടെ ഇപ്പോൾ നീ എന്നെ കൊല്ല്, എന്നെ കൊല്ലുവാനായിട്ട് നിനക്ക് സാധിച്ചില്ലെങ്കിൽ അടുത്ത തവണ ഞാൻ നിന്നെ കൊല്ലുന്നതായിരിക്കുമെന്നൊക്കെ അവനോട് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്ന അവനും ജീവനെ കൊല്ലുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. അങ്ങനെ അവനും അവളുടെ കഴുത്തൊക്കെ ഞെരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ജീവക്കാകട്ടെ അവനെ ഇടിച്ചിട്ടതിന് ശേഷം ജീവനെ നോക്കുമ്പോഴാകട്ടെ ജീവനും ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.